അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പ്രസ്താവനവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി സുന്നി ഐക്യത്തെയും സുന്നികളുടെ പിളർപ്പിനെയും കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നല്ല ശതമാനം ആളുകളും, സുന്നികളായ നല്ലൊരു ശതമാനം ആളുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയും അതേപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയും ഐക്യത്തിനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് പറയുകയും ഒക്കെ ഉണ്ടായി. നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം ഒരു കാലത്തുണ്ടായ ദൗർഭാഗ്യകരമായ പിളർപ്പ് അതെന്നും അങ്ങനെ തന്നെ നിലനിന്ന് നമ്മുടെ വരും തലമുറകളിലേക്ക് അതിൻ്റെ മുറിവുകൾ പടർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല നാമൊന്നും. മറിച്ച് ആ മുറിവുകളൊക്കെ ഉണക്കി പുതിയൊരു തലമുറയിലേക്ക് നല്ല ഒരു ജനറേഷൻ, നല്ല ഒരു സന്ദേശം, നല്ല ഒരു ഐക്യത്തിൻ്റെ, കെട്ടുറപ്പിൻ്റെ, ചേർത്തു നിർത്തലിൻ്റെ ഒരു സന്ദേശം കൈമാറാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് ബുദ്ധിയുള്ള, പരലോക ചിന്തയുള്ള ഒരു വിശ്വാസി ആഗ്രഹിക്കുകയും ചെയ്യുക. കാരണം വിശ്വാസപരമായിട്ടോ മറ്റോ ഒന്നും സുന്നികൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പ്രത്യേകിച്ച് തൗഹീദിൻ്റെ വിഷയത്തിൽ നമുക്ക് ഒന്നിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഷിർക്കിൻ്റെ വിഷയത്തിലില്ല. മുജാഹിദ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ തൗഹീദിൻ്റെ വിഷയത്തിലാണ് ചിഹ്ന ഭിന്നമായി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒന്നിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടകം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ വീണ്ടും അവർ പൂർവാധികം ശക്തിയോടെ ഭിന്നിച്ചത്, പൊട്ടിത്തെറിച്ചത്. കാരണം അവർക്കിടയിൽ തീരുമാനമാകാത്ത 10-20ഓളം വിഷയങ്ങൾ അത് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും ഒന്നിക്കാനാവില്ല എന്ന് ആ ഒരു ഒന്നിക്കൽ നാടകത്തിലൂടെ തന്നെ മാലോകരോട് അവർ വിളിച്ചു പറയുകയുണ്ടായി. എന്നാൽ സുന്നികൾക്കിടയിൽ അങ്ങനെയല്ല. സുന്നികൾക്കിടയിൽ അങ്ങനെ ഒന്നിക്കാൻ കഴിയാത്ത വിധം ഒരു ആദർശപരമായ, വിശ്വാസപരമായ, തൗഹീദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെയാണ് കാര്യം എന്നിരിക്കെ പോലും ചില ആളുകൾക്ക് ഈ ഒന്നിക്കൽ ഒരു ദഹനക്കേടായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. ഒന്നിക്കുക എന്ന് പറയുമ്പോഴേക്ക് അവരുടെ കലി ഇളകുകയാണ്. ഇതിൽ അധികവും നമുക്കറിയാം ഇപ്പോഴത്തെ ചില മോഡേൺ ലിബറൽ ആശയങ്ങൾ പേറുന്ന ആളുകളാണ്. അവർ സുന്നികളെന്ന് പറയുകയും എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്ന പാട്ട് പാടുകയും ആ ചേർത്ത് പിടിക്കലിൽ അവർ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കും, മുജാഹിദുകളെ ചേർത്ത് പിടിക്കും, അവരുടെ വേദികളിലൊക്കെ പങ്കെടുക്കുകയും അവരുടെ പ്രോഗ്രാമുകൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ അവർക്ക് ചേർത്ത് പിടിക്കാൻ മടിയുള്ളത് സുന്നികളെ മാത്രമാണ്, സുന്നി സംഘടനകളെയാണ്. ഇതിൻ്റെ സൂക്കടിൻ്റെ പേര് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയപ്പെടുന്ന ആളുകളുടെ ഒക്കെ അംഗീകരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരായിരുന്നു? ഈ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വഹിച്ചിട്ടുള്ള റോൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2018 അവസാനത്തെ സുന്നി ഐക്യ ശ്രമം നടന്നത്, അതിൻ്റെ ചർച്ച നടന്നത്. ഇരു വിഭാഗത്തിൽ നിന്നും, സമസ്തയിൽ നിന്നും അതുപോലെ AP വിഭാഗത്തിൽ നിന്നും ഓരോ സമിതിയെ അവർ നിശ്ചയിച്ച് പറഞ്ഞയച്ചിരുന്നു. സമസ്തയിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട സമിതിയെ നയിച്ചിരുന്നത് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കേണ്ടി വരും. കാരണം കൃത്യമായ അതിൻ്റെ തെളിവുകളുണ്ട്, പത്ര റിപ്പോർട്ടുണ്ട്. സുന്നി ഐക്യം ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് വാർത്ത. 2018 സെപ്റ്റംബർ 14 വെള്ളിയാഴ്ച സുപ്രഭാതം ദിനപത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒന്ന് വായിക്കാം. കോഴിക്കോട് ഇരുവിഭാഗം സുന്നികളുടെയും പരമോന്നത സഭയായ കേന്ദ്ര മുഷാവറകളുടെ തീരുമാനമനുസരിച്ച് ഐക്യ ചർച്ച പുരോഗമിച്ചു വരുന്നതായി കൺവീനർ ഡോക്ടർ EN അബ്ദുൽ ലത്തീഫ് അറിയിച്ചു. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ അനുരഞ്ജന സമിതിയുടെ ശ്രമഫലമായാണ് ഐക്യ ചർച്ചകൾക്ക് വേദിയൊരുങ്ങിയത്. എന്നിട്ട് പറയുന്നു, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, മുക്കം ഉമർ ഫൈസി, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവരാണ് സമസ്തയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തിട്ടുള്ളത്. അപ്പം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെയാണ് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം നയിക്കുന്ന ഒരു സമിതിയാണ് ഈ ഐക്യസമത്തിന് വേണ്ടിയിട്ട് കൂടിയിരുന്നിട്ടുള്ളത്. ആ കൂടിയിരുന്നതിൻ്റെ ചിത്രവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ഒരിക്കലും കഴിയാത്ത ആളുകളാണ് ഈ ഐക്യ ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നത്. അവരുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ എഴുതി വിടുന്ന മെസ്സേജുകൾ വളരെയധികം അവരെ സംബന്ധിച്ച് ദയനീയമാണ്. കാരണം ആ ചോദ്യങ്ങളൊക്കെ ആദ്യമായിട്ട് അവർ ചോദിക്കേണ്ടത് ഈ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയോടാണ്. എന്തിനു പോയിരുന്നു? അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കാന്തപുരത്തെ അംഗീകരിക്കാൻ കഴിയുമോ? കാന്തപുരം ഇന്നത് ചെയ്തില്ലേ എന്ന് നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ഹമീദ് ഫൈസിയോടല്ല, മുസ്തഫ മുണ്ടുപാറയോടല്ല, മറിച്ച് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയോടാണ്. AP വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് എന്നിവരാണ്
പ്രതിനിധീകരിച്ചത്. ഐക്യത്തിന് മുന്നോടിയായി മഹല്ലുകളിലും സ്ഥാപനങ്ങളിലും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇരുവിഭാഗവും ശ്രമിക്കും. മഹല്ലുകളിൽ നിലവിലുള്ള സ്ഥിതിയിൽ മാറ്റം വരുത്തുകയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യരുത്. ഇതിന് വിരുദ്ധമായി ഏതെങ്കിലും മഹലിൽ പ്രശ്നങ്ങൾ ഉടലെടുത്താൽ നേതാക്കൾ ഇടപെട്ട് പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിക്കാനും ഇരുവിഭാഗവും തീരുമാനിച്ചു. ഇങ്ങനെ ഈ ചർച്ച പുരോഗമിച്ച് ഏകദേശം അത് നല്ലൊരു ഐക്യത്തിൻ്റെയും മറ്റും വക്കിലെത്തിയപ്പോഴാണ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ഉന്നത വ്യക്തിയുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കോൾ വരുന്നത്. അവിടെ വെച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിച്ച് പോകേണ്ടി വരികയായിരുന്നു ഇവർക്ക്. ഇനി ഞാൻ പറയുന്നത് കഴിഞ്ഞ രണ്ട് പോസ്റ്റിൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിയും അതുപോലെ തന്നെ മുസ്തഫ മുണ്ടുപാറയും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇനി ഐക്യശ്രമങ്ങൾ നടക്കുന്നത് കുമ്പോൾ തങ്ങളുടെ നേതൃത്വത്തിലാണ് എന്ന്. കുമ്പോൾ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഐക്യശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവർ രണ്ടുപേരും സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ നമുക്കറിയാം ഈ കുമ്പോൾ തങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയക്കാർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മളെ കുനിയ ഇബ്രാഹിം ഹാജിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരും മറ്റുമൊക്കെ പലരും നമ്മുടെ സമ്മേളനം വരെ മുടക്കാൻ ശ്രമം നടത്തിയെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ഒരു വ്യക്തമാക്കിയതാണ്. അതിനൊന്നും വിധേയപ്പെടാതെ, ഒരു സ്വാധീനങ്ങൾക്കും വിധേയപ്പെടാതെ ആ സമ്മേളനം നടത്താൻ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ സ്ഥലം വിട്ടു നൽകിയ ആളാണ് കുനിയ ഇബ്രാഹിം ഹാജി. അതേപോലെ തന്നെ കുമ്പോൾ തങ്ങളും ആ പരിപാടിയിൽ എല്ലാവിധ ആശീർവാദവും നൽകി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കുമ്പോൾ തങ്ങൾ. ഈ കുമ്പോൾ തങ്ങളാണ് മധ്യസ്ഥത വഹിക്കുന്നത് എങ്കിൽ ഇനി സമസ്ത അയക്കാൻ പോകുന്നത് ഇതേ സമിതിയെ തന്നെ ആയിരിക്കും. അതായത് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെ തന്നെ ആയിരിക്കും ഇനി അതിൻ്റെ സമിതിയുടെ നായകനായിട്ട് സമസ്ത അയക്കാൻ പോവുക എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം മുന്നത്തെ ഒരു സമിതിയെ മാറ്റേണ്ട സാഹചര്യമില്ല. അപ്പുറത്ത് നിന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി തന്നെ ആയിരിക്കും വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സമിതിയും ഇനി എന്തെങ്കിലും കാരണവശാൽ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെ ഇപ്പോൾ ഐക്യ ചർച്ചകളിൽ അസ്വാരസ്യം അനുഭവപ്പെടുന്ന ചില വ്യക്തികൾ പിൻവലിക്കുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. 2018 അദ്ദേഹം പങ്കെടുത്തതാണ്. 2018 അദ്ദേഹം ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി പങ്കെടുത്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇനി പിൻവലിക്കുമോ എന്നതാണ് മറ്റൊരു ആശങ്ക. എന്തായാലും അദ്ദേഹത്തെ തന്നെയായിരിക്കും സമിതിയായിട്ട് നിയോഗിക്കുക എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അനുമാനം. എന്തായാലും ഈ രണ്ട് സമിതിയും അതിൻ്റെ മധ്യസ്ഥനായി ആരാലും സ്വാധീനിക്കപ്പെടാൻ കഴിയാത്ത കുമ്പോൾ തങ്ങൾ കൂടി വന്നാൽ 100% ഇൻഷാ അല്ലാഹ് ഈ ഐക്യം പൂവണിയും എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ സമസ്തൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ഐക്യം എന്ന് പറയുമ്പോൾ സമസ്ത മുഷാവറ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും കാര്യങ്ങളും ദീർഘദൃഷ്ടിയോടെ അവർ കണ്ട ചില തീരുമാനങ്ങളും മറ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ജിഫ്രി തങ്ങൾ പറഞ്ഞു കണ്ടല്ലോ, ഐക്യത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് വരെ ജിഫ്രി തങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ നമ്മളെന്താണ് ചെയ്യേണ്ടത്? അതിന് പുറംതിരിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. സ്വഹാബികൾ ചെയ്യുന്നത് പോലെ അതിന് പുറംതിരിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ സമസ്ത മുഷാവറ തീരുമാനിക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശിരസാ വഹിക്കുന്നവരാണ് സമസ്തയുടെ പ്രവർത്തകന്മാർ. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ഐക്യം വേണ്ട എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്ത കാലത്തോളം നമ്മൾ ഐക്യത്തിന് അനുകൂലമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഘടകങ്ങളും ഐക്യത്തിന് അനുകൂലമാണ്. ഇപ്പോൾ പഴയ പ്രസംഗങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഐക്യം ഒന്ന് കൊളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഹമീദ് ഫൈസിയുടെ പഴയ പ്രസംഗം, പേരോട് ഉസ്താദിൻ്റെ പഴയ പ്രസംഗമൊക്കെ ഇട്ട് ഐക്യത്തെ കുളമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഞാൻ ഒരൊറ്റ ഉദാഹരണം കാണിച്ചു തരാം. അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാകും. PMA സലാമിൻ്റെ ഒരു പ്രസംഗമാണത്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുസ്ലിം ലീഗ് നേതാക്കളുടെ വഴിവിട്ട നിലപാടുകൾ, അവരുടെ നയവൈരുദ്ധ്യങ്ങൾ, അവരുടെ കാപ്പറ്റ്യം മുസ്ലിം സമുദായം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി മുസ്ലിം സമുദായത്തിനിടയിൽ മുസ്ലിം ലീഗിന് നിലനിൽപ്പില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും വൈകാതെ മുസ്ലിം ലീഗ് പിരിച്ചുവിടാൻ അതിന്റെ നേതാക്കന്മാർ തയ്യാറാകണം. ഞാൻ ഇത് പ്ലേ ചെയ്യിപ്പിച്ചത് ആരെയും പ്രകോപിപ്പിക്കാനല്ല കേട്ടോ, മറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഇന്ന് PMA സലാമിൻ്റെ സ്ഥാനം എന്താണ്? മുസ്ലിം ലീഗ് പിരിച്ചുവിടണം എന്ന് ഒരിക്കൽ പ്രസംഗിച്ച PMA സലാം, അദ്ദേഹം ഇന്ന് മരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അതേ മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചത്. ആ പ്രസംഗം ഇന്നും സോഷ്യൽ മീഡിയകളിൽ ലൈവായി നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ടോ? അത് ഈ അടുത്ത് നടന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വളരെ ക്ലിയർ കട്ടായി പറയുന്നുണ്ട്, ഇല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം തിരുത്തിയിട്ടില്ല. അന്ന് ലീഗ് ഉണ്ടായ സാഹചര്യം, INL ഉണ്ടാകാനുള്ള സാഹചര്യം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണല്ലോ. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊരു നിലപാടെടുത്തു. INLൻ്റെ നേതാവ് എടുത്ത ആ തീരുമാനം തന്നെയായിരുന്നു ശരി എന്ന് കട്ടക്ക് ഉറപ്പിച്ച് പറഞ്ഞ പടുത്തുകൂടി, അതായത് PMA സലാം ഈ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട്, മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞ ഒരു മനുഷ്യനാണ് PMA സലാം. അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്താതെ തന്നെ ഇന്ന് അദ്ദേഹം
ഈ പോസ്റ്റിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സർവ്വസാധാരണയായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. പഴയ കാലത്ത് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. എന്നാലേ ഐക്യം പോവുകയുള്ളൂ. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഓൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് അവസാന ലാക്കിൽ പറഞ്ഞാൽ അത് വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് എല്ലാവരും ഒന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം ഒന്ന് ആ കാര്യങ്ങളിൽ മൗനം പാലിക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാഗത്തായിരിക്കാം ശരി, എന്നാൽ മറുവിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ ഭാഗത്താണ് പൂർണ്ണമായ ശരി, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാഗത്താണ് പൂർണ്ണമായ ശരി. ഇതൊക്കെ നമ്മൾ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സമസ്ത മുശാവറയാണ് പറയുന്നത് എങ്കിൽ ആ ഐക്യം പൂവണിയാൻ ഭാവിയുടെ ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുശാവറ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മളതിന് സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഖൈർ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.